ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഷോപ്പിൻ്റെ നെയിം ക്ലോത്ത് ബസാർ എന്നാണ്. നമ്മുടെ എറണാകുളത്ത് കലൂരിലാണ് ഈ ഒരു ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ ഞാൻ കയറുന്നത്. കയറി കഴിഞ്ഞപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കാണ്. പിന്നെ ഔട്ടറിൽ അവർ കുറച്ച് ഡിസ്പ്ലേസ് ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യമേ ഞാൻ ചെന്നപ്പം എനിക്ക് ഇംപ്രസ്ഡ് ആയ ഒരു സെക്ഷനാണ് ജാക്കറ്റ് സെക്ഷൻ. ശരിക്കും നല്ല രീതിക്ക് തന്നെ ഓഫർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഫാക്ടറി സെയിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഇവർ പ്രൊഡക്ട്സ് ഒക്കെ സെല്ല് ചെയ്യുന്നത്. നമ്മുടെ ആജിയോടെയൊക്കെ 1700 സംതിങ് റുപ്പീസുള്ള ടോപ്പ് ഇവിടെ ജസ്റ്റ് 300 സംതിങ്ങിന് കണ്ടപ്പോൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഒരുപാട് ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് 180 മുതലൊക്കെ നമുക്ക് ശരിക്കും 180യുടെ ഒരു ടോപ്പാണെന്ന് ഒരിക്കലും കണ്ടാൽ പറയില്ല. നല്ല ക്ലോത്തിനാണേലും എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈവൻ ടെക്സ്ചർ വരെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് വൈൽഡ് വെറൈറ്റീസ് ഷോർട്ടും അതുപോലെ ലെങ്തി ടോപ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ടോപ്സൊക്കെ ചെക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എൻ്റെ കണ്ണിൽ അടക്കിയ ഒരു ചെറിയൊരു ടോപ്പാണ് കേട്ടോ. ഇത് ഹൂഗി ടൈപ്പാണ്. ഞാൻ പലാസാൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഇടാമെന്നുള്ള രീതിക്കാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അങ്ങനെ ഈ ഒരു ടോപ്പ് ഞാൻ സെലക്ട് ചെയ്തു. നമ്മുടെ ബ്ലാക്കിൻ്റെ അകത്ത് കുറച്ച് സ്റ്റാർസ്, അതായത് മൾട്ടി കളർ എന്ന് പറയാൻ പറ്റില്ല, 2 കളേഴ്സേ ഉള്ളൂ ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 കളേഴ്സ് ചെറിയ സ്റ്റാർസാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രിൻ്റഡ് ആണ് കേട്ടോ. Here we are, a million stars floating over our heads, beating hearts, falling apart, staying up to forget. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തത് നമ്മുടെ പിനഫർ ടൈപ്പായിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഈ ഒരു കളറും ആ ഒരു സ്ട്രൈപ്സൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഈ ഒരു ടോപ്പ് എനിക്ക് ആ ഒരു സൈഡിലേക്ക് കൊണ്ടുവെക്കാൻ തോന്നുന്നേ ഇല്ലായിരുന്നു. കിട്ടിയപ്പം മുതൽ ഫുള്ളി ആ ഒരു ടെക്സ്ചറും എല്ലാം ഞാൻ ഇതുപോലെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു കേട്ടോ. പ്രീവിയസ്ലി ഞാൻ പറഞ്ഞു ഒരുപാട് ഷോർട്ട് ടോപ്പ് ഉണ്ടെന്ന്. ഇത് നമ്മുടെ ട്രെൻഡ്സിലൊക്കെ നമ്മൾ നോർമലി കാണുന്ന ആ ഒരു പർട്ടിക്കുലർ ഷെയ്ഡ്സിൽ വരുന്ന ടോപ്സാണ് കേട്ടോ. ഈ ഒരു സ്ട്രൈപ്സൊക്കെ നമ്മൾ മോസ്റ്റ്ലി ട്രെൻഡ്സിലും അതുപോലെ മാക്സിലൊക്കെയാണ് കാണുന്നത്. ആ ഒരു സെയിം ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതൊരു ലോങ് ടോപ്പാണ്. നല്ലൊരു എന്താ പറയുക ലൈറ്റായിട്ടുള്ളൊരു കളേഴ്സാണ്. പിന്നെ ഫ്ലോറൽ പ്രിൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് അതിൻ്റെ നെക്കും ആ ഒരു കൈൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ പലാസ സെറ്റ്സ് ആണ് കേട്ടോ. പലാസയൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിലാണ്. 240 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ചീപ്പ് റേറ്റിൽ ഡ്രസ്സ് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ മോസ്റ്റ്ലി ആൾക്കാർ വിചാരിക്കും ക്വാളിറ്റി ഇല്ല, കാണാൻ ഭംഗിയില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരും. പക്ഷേ ആക്ച്വലി ഈ ഒരു ഷോപ്പിൽ കയറി നമ്മൾ ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും എല്ലാം നല്ല എന്താ പറയുക സ്റ്റാൻഡേർഡായിട്ട്. ആജിയോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രമാത്രം സ്റ്റാൻഡേർഡ് ആണെന്ന്. ശരിക്കും നമ്മൾ ഓഫീസ് വെയറൊക്കെ ആയിട്ടൊരു ലുക്ക് കിട്ടാനും അല്ലെങ്കിൽ നമുക്കൊന്ന് കംഫർട്ട് ആകാൻ വേണ്ടിയിട്ടൊക്കെയാണ് മോസ്റ്റ്ലി നമ്മൾ മാക്സിലും ട്രെൻഡ്സിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്നത്. ആ ഒരു സെയിം ഐറ്റം നമ്മൾ ഈ ഒരു റേഞ്ചിൽ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇവിടെ കിട്ടുക എന്ന് പറയുമ്പം ശരിക്കും ഇത് അഫോർഡബിൾ ആണ്. ചില ഡ്രസ്സസൊക്കെ ഈ ഒരു രീതിക്കാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത്. എല്ലാ ഡ്രസ്സസും നമുക്ക് എടുത്തങ്ങനെ കാണിക്കാൻ പറ്റുമല്ലോ. ഒരു ഷോപ്പിൽ കയറുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു മാനസം നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ഈ ഒരു ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങളെ ആ ഒരു വിഷ്വൽസൊക്കെ കാണിക്കാൻ ശ്രമിക്കാം. പിന്നെ ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ലേറ്റസ്റ്റ് ട്രെൻഡ്സാണ്. അപ്പോൾ അവർ ആ ഒരു ടോപ്പിൻ്റെ തന്നെ ആ ഒരു പുതിയ കളക്ഷനിൽ വന്നതാണ് ഈ ഒരു ടോപ്പെന്ന് പറഞ്ഞ് ഞങ്ങളെ കാണിച്ച് തന്നിരുന്നു. വേണമെങ്കിൽ നമുക്ക് ബലൂൺ ടൈപ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ രീതിക്കെന്ന് പറയാൻ പറ്റും. പക്ഷേ എക്സാക്റ്റ്ലി ബലൂൺ ടൈപ്ഡ് അല്ല. ഫ്രണ്ടിൽ ഇതുപോലെ അഡ്ജസ്റ്റബിൾ ആണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ടോപ്പ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി. It's not my fault, you know I had to walk away. It's been 5 years and not one of us has changed. We say we're trying.
കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഒരു ജംസ്യൂട്ടാണ് കേട്ടോ. ഒരു മെറൂൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് വൈസും ബാക്ക് വൈസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്കാണ് ആ ഒരു ജംസ്യൂട്ടിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രണ്ടിൽ ചെറിയ 2 പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് ഈ ഒരു പിസ്ത ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ടോപ്പാണ് കേട്ടോ. ചെറിയ പ്രിൻസ് ഉണ്ട്, പിന്നെ ഒരു സ്വീക്കൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ടോപ്സൊക്കെ ആ ഒരു സൈഡിലൊക്കെ കിടക്കുന്നതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്കിൽ പ്രിൻറ്റഡ് വന്നിരിക്കുന്ന അത്യാവശ്യം നല്ലൊരു കാഷ്വൽ വെയർ ആണ്. നമുക്ക് നോർമലി എന്താ പറയുക, ഓഫീസിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണ് കേട്ടോ. പലാസാസും അതുപോലെ നമ്മുടെ ജീൻസൊക്കെ ഒരുപാടുണ്ട്. സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു 380 സംതിങ് ആണ് ജീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ക്ലോത്ത് വൈസൊക്കെ നമുക്ക് നോക്കിയാൽ ടെക്സ്ചറൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് മീൻസ് ഓൾറെഡി അതിൻ്റെ റേറ്റ് 700-800 സംതിങ് ആണ്. പിന്നെ ഇവർ ഈ ഒരു റേഞ്ചിലാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ഷോപ്പിൽ കയറിയപ്പം അട്രാക്റ്റീവായിട്ട് തോന്നിയ കാര്യം, ഇവിടെയുള്ള ടോപ്സൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു ആജിയോയിലൊക്കെ ഉള്ള ആ ഒരു സെയിം സംഭവങ്ങളാണ് ഇവരിവിടെ കൊടുക്കുന്നതെന്ന്. പിന്നെ ഈ ഒരു ടോപ്പാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല, സ്ട്രൈപ്സ് ആയിട്ടുള്ള. പക്ഷേ എനിക്ക് ഈ ഒരു ടോപ്പ് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് 2 പാർട്ടായിട്ട് ഇടാം. ഇപ്പം 180യുടെ കുറച്ച് കളക്ഷൻസ് ഞങ്ങൾ നോക്കിയിരുന്നു. അത് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. 2 ടോപ്സേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പാർട്ട് 2 ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഓഫീസിലൊക്കെ ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ജീൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 380 സംതിങ്ങിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ജീൻസിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. ഇവരിവിടെ കൊടുക്കുന്നത് തന്നെ 700 സംതിങ്ങിലാണ്. ജീൻസിൻ്റെ സെക്ഷനിൽ നിന്ന് ഞാൻ നേരിട്ട് പോയത് പലാസാസ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ ആ ഒരു പലാസ കുറച്ച് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നിഴലടിക്കുന്ന, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പലാസാസ് ആയിരുന്നു കൂടുതൽ. കുറച്ച് കട്ടിയുള്ള രീതിക്കാണ് ഞാൻ നോക്കിയത്. അപ്പം അങ്ങനത്തെ പലാസാസ് കണ്ടില്ല. അതുകൊണ്ട് പലാസ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തില്ല. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് നമ്മുടെ ജംസ്യൂട്ട് ഉണ്ട്. അങ്ങനെ പിനഫർ ടൈപ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡ് വൈസിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെക്ഷനിലേക്ക് പോകാം. ഇതാണ് കേട്ടോ 180 ആ ഒരു റേഞ്ചിൽ വരുന്ന ടോപ്സൊക്കെ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. 200 ആ ഒരു റേഞ്ചിൽ ഷോർട്ട് ടോപ്സും പിന്നെ ലോങ് ടോപ്സൊക്കെ 180ക്ക് കിട്ടുകയെന്ന് വെച്ചാൽ നല്ല അഫോർഡബിൾ ആണ്. ശരിക്കും ഈ ഒരു റേറ്റിൽ നമുക്ക് ടോപ്സ് കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. ബിക്കോസ് ഓഫീസിലൊക്കെ നമുക്ക് എല്ലാ ദിവസവും മാറി മാറി അല്ലെങ്കിൽ ചേഞ്ച്ഡ് ആയിട്ട് ഇടാൻ നമുക്ക് പറ്റിയ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ടോപ്സാണ്. ഇതിന് 180-160 ആ ഒരു റേഞ്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അഫോർഡബിൾ ആണ് കേട്ടോ. ആ ഒരു ടെക്സ്ചറൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴും നല്ല ക്ലോത്താണ്. ഈവൻ നിഴൽ പോലും അടിക്കുന്നില്ല. നല്ലൊരു ടെക്സ്ചറാണ്. പിന്നെ ഈ ഒരു സെക്ഷനിൽ വന്നപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പ്രൈസ് റേഞ്ച് കുറവായതുകൊണ്ട് ഇവിടുത്തെ കളക്ഷൻസ് നമ്മൾ തിരഞ്ഞെടുക്കണം. അത്യാവശ്യം കുറച്ച് നേരം നമ്മളൊന്ന് മെനക്കെട്ടാൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ടോപ്സൊക്കെ ഇവിടുന്ന് എടുക്കാൻ പറ്റും. ആ ഒരു ഏരിയയിൽ എനിക്ക് സ്റ്റാൻഡേർഡായിട്ട് തോന്നിയൊരു ടോപ്പാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കളറിൽ കുറച്ച് ഒരു ഷെയ്ഡ്സും പ്രിൻസൊക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമില്ല, നല്ല ഫിറ്റാണ്. പിന്നെ ഒരു മെറൂൺ കളറ്. പിന്നെ ഞാൻ പലാസോ സെറ്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാം എന്നുള്ള രീതിക്കാണ്. അങ്ങനെ ഹോൾ ആ ഒരു ഷോപ്പിൻ്റെ വ്യൂ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ക്യാപ്ചർ ചെയ്തതാണ്. പിന്നെ നമ്മൾ നോർമലി ബിൽ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് പേയ്മെൻറ്റ്സൊക്കെ
പേ ചെയ്തിട്ട് ആ ഒരു രീതിക്ക് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞു നിങ്ങളോട് പ്രീവിയസ്ലി പാർട്ട് 2 ഇടുന്നുണ്ട് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും, പിന്നെ ഇതിലും മിസ്ഡ് ഔട്ട് ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസും ടോപ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഷോപ്പിൽ കയറണം എന്ന് വിചാരിച്ചല്ല, ജസ്റ്റ് ആ ഒരു ഫാക്ടറി ബസാർ എന്നുള്ള ആ ഒരു രീതിക്ക് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് കയറി നോക്കാമെന്ന് കയറിയതാണ് കേട്ടോ. ശരിക്കും നമുക്ക് എന്താ പറയുക, അഫോർഡബിൾ ആണ്. ഇത്രയും പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു ടോപ്സൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും നല്ല ബെനിഫിറ്റായിട്ട് തോന്നി. പിന്നെ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, അക്കോമഡേഷനിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ അക്കോമഡേഷനിൽ റീച്ചായി. അത്യാവശ്യം നല്ല രീതിക്ക് ചെറുതായിട്ട് ഇരിട്ടി കേട്ടോ, ഒരുപാട് ലേറ്റൊന്നും ആയില്ല. പിന്നെ ഡ്രസ്സ് എടുക്കാൻ കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എത്ര നമ്മൾ സ്പീഡപ്പിൽ ഇറങ്ങണം എന്ന് വിചാരിച്ചാലും ഡ്രസ്സൊക്കെ എടുത്ത് വരുമ്പോൾ കുറച്ച് ലാഗ് ഉണ്ടാവും. അതിൻ്റേതായ ചെറിയൊരു ലാഗ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കൊണ്ടിട്ട് ഞാൻ എൻഡ് ചെയ്യുകയാണ്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.